പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനിയെ വധിക്കാൻ പദ്ധതി തയ്യാറാണെന്നും ഏത് നിമിഷവും അത് സംഭവിക്കുമെന്നും മുന്നറിയിപ്പ് നൽകുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാൻ ഇസ്രയേൽ പ്രശ്നം യുദ്ധത്തിലേക്ക് വഴിതിരിച്ചു വിട്ടിരിക്കുകയാണ് ഈ പ്രസ്താവന. ഖമേനി അമേരിക്കയുടെ ലക്ഷ്യത്തിൽ ഉണ്ടെന്നും ഒളിച്ചിരിക്കുന്നത് കൊണ്ട് കാര്യമില്ല എന്നുമായിരുന്നു ട്രംപിന്റെ ഭീഷണി. ഇറാന് മുകളിലുള്ള ആകാശത്തിന്റെ പൂർണ്ണമായ നിയന്ത്രണം അമേരിക്കയ്ക്കാണെന്നും ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനിയെ എവിടെയാണ് ഒളിച്ചിരിക്കുന്നത് എന്ന് കൃത്യമായി അറിയാമെന്നുമായിരുന്നു ട്രംപ് മുന്നറിയിപ്പ് നൽകിയത്. ഒരു പൂവിറുക്കുന്ന ലാഘവത്തിൽ വേണമെങ്കിൽ ഖമേനിയെ വധിക്കുമെന്നും അതിന് സമയമായിട്ടില്ല എന്നും പ്രസിഡന്റ് പറഞ്ഞു വെക്കുന്നുണ്ട്. ഇസ്രയേൽ പ്രധാനമന്ത്രിയും US പ്രസിഡന്റും പ്രധാന ലക്ഷ്യമായി പറയുന്ന ഖമേനി ഇറാനിലെ ഇസ്ലാമിക ഭരണകൂടത്തിന്റെ നെടുംതൂണാണ്. ഇറാന്റെ ആണവ പദ്ധതികൾ അവസാനിപ്പിക്കുന്നതിലുപരി അവിടുത്തെ ഭരണകൂടത്തെ അട്ടിമറിക്കുകയാണ് ഇസ്രയേലിന്റെ പ്രധാന ലക്ഷ്യമെന്ന് വിലയിരുത്തുന്നവരുമുണ്ട്. ഇസ്രയേലിന്റെ ഏറ്റവും വലിയ ഭീഷണിയാണ് നിലവിൽ ഇറാൻ. അവിടെ ഭരണമാറ്റം വരുത്തി തങ്ങൾക്ക് റിമോട്ടിൽ നിയന്ത്രിക്കുന്ന ഒരു ഭരണകൂടത്തിനെ സ്ഥാപിക്കുകയാണ് ഇസ്രയേലിന്റെ ലക്ഷ്യം. കഴിഞ്ഞ 3 പതിറ്റാണ്ടായി ഇറാനെ നിയന്ത്രിക്കുന്ന നേതാവാണ് അയത്തുള്ള അലി ഖമേനി. ഇസ്ലാമിക വിപ്ലവകാരികളിൽ നിന്നും പിന്നീട് അവരുടെ പരമോന്നത നേതാവിലേക്ക് നടന്നു കയറിയ ഖമേനിയുടെ ജീവിതം സിനിമാ കഥകളെ പോലും അമ്പരപ്പിക്കുന്നതാണ്. കിഴക്കൻ ഇറാനിലെ ഒരു തീർത്ഥാടന നഗരമായ മഷാദിൽ ഒരു വിശ്വാസ കുടുംബത്തിൽ 1939 ഖമേനി ജനിക്കുന്നത്. ഇറാനിൽ ആരംഭിച്ച ഷാ വിരുദ്ധ ഇസ്ലാമിക വിപ്ലവത്തിൽ ചെറുപ്രായത്തിൽ തന്നെ ഖമേനി പങ്കാളിയായിരുന്നു. 1962 തന്റെ 23ാമത്തെ വയസ്സിൽ പാലസ്തീൻ ലക്ഷ്യത്തെ പിന്തുണച്ചതിന് ആദ്യമായിട്ട് ഖമേനി അറസ്റ്റിലായി. വിപ്ലവത്തിന് നേതൃത്വം നൽകുകയും ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ സ്ഥാപിക്കുകയും ചെയ്ത അയത്തുള്ള റുഹുള്ള ഖമേനിയുടെ അടുത്ത അനുയായിയായിരുന്നു ഈ ഖമേനി. അന്നത്തെ ഭരണകൂടത്തെ വീഴ്ത്തി ഇറാനിൽ ഇസ്ലാമിക ഭരണകൂടം സ്ഥാപിതമായതോടെ ഖമേനി അതിലെ പ്രധാന നേതാവായി വളർന്നു. 1989 അയത്തുള്ള റുഹുള്ള ഖമേനി അന്തരിച്ചതോടെ അടുത്ത തലവൻ ആരാണെന്ന ചർച്ചയ്ക്ക് പോലും ഇടം നൽകാത്ത രീതിയിൽ ഖമേനി അധികാരത്തിലെത്തി. അയത്തുള്ള ബഹുമതി എന്നാണ് സ്ഥാനത്തിന് നൽകുന്ന പേര്. ഷിയ ഇസ്ലാമിൽ പ്രത്യേകിച്ച് ഇറാനിൽ ഉന്നത പദവിയിലുള്ള ഒരു മത നേതാവിന് നൽകുന്ന സ്ഥാനപ്പേരാണ് അയത്തുള്ള. ദൈവത്തിന്റെ അടയാളം, ദൈവത്തിന്റെ പ്രതിഫലനം എന്നൊക്കെയാണ് ഈ പേരിനർത്ഥം. അങ്ങനെ അയത്തുള്ള അലി ഖമേനി ഇറാന്റെ പരമോന്നത നേതാവായിട്ട് ചുമതല ഏറ്റെടുത്തു. പിന്നാലെ ഇറാന്റെ പരമാധികാരവും ഖമേനിയുടെ കൈകളിലായി. ഇറാനിൽ ഖമേനിയുടെ അധികാരത്തിന് പ്രത്യേക അതിർത്തികൾ ഇല്ല എന്നതാണ് വാസ്തവം. അയത്തുള്ള ഖമേനി ഭരണകൂടത്തിന്റെ എല്ലാ വിഭാഗങ്ങൾക്കും മുകളിലാണ്. ജുഡീഷ്യറി, സ്റ്റേറ്റ് മീഡിയ, പ്രധാന സുരക്ഷാ ഏജൻസികൾ എന്നിവയുടെ തലവന്മാരെ നിയമിക്കുന്നതും മറ്റാരുമല്ല. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ആർക്കൊക്കെ മത്സരിക്കാമെന്ന് തീരുമാനിക്കുന്നത് വരെ ഖമേനി തന്നെ. ഇറാനിലെ ഇസ്ലാമിക ഭരണ വ്യവസ്ഥയുടെ കാവൽക്കാരായി അറിയപ്പെടുന്ന ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സ് കോർപ്പസിന്റെ തലവനും ഖമേനി തന്നെ. ഇറാന്റെ ആണവ പദ്ധതികൾ പൂർണ്ണമായിട്ടും കൈയാളുന്നതും അതിനെ നിയന്ത്രിക്കുന്നതും അയത്തുള്ള ഖമേനിയാണ്. ഇത് മാത്രമാണ് അമേരിക്കയ്ക്കും ഇസ്രയേലിനും ഖമേനിയെ അവരുടെ പ്രധാന ലക്ഷ്യമാക്കി മാറ്റുന്നതിനുള്ള കാരണം.